ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ മുതൽ 5 ദിവസത്തേക്ക് ഞാൻ ഈ പറയുന്ന 10 കാര്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ മാസത്തിലോ പിന്നീട് അങ്ങോട്ടേക്കുള്ള 2 മാസത്തിനുള്ളിലോ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ കഴിയുന്ന ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ആയിട്ടുള്ള ടിപ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കാണാൻ വേണ്ടിയിട്ട് ദിജോസ് വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ സെലക്ട് ചെയ്യുക. ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ടിപ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കുക. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് ചുറ്റുമുള്ള ഐറ്റംസിൽ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനോ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനോ അത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പം ഒരുപാട് ആളുകൾ ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾ നോക്കുക. ഒരുപാട് പേരുടെ ഇനിയും ഒരു 10-200 പേരുടെ ഇനിയും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുണ്ട് കേട്ടോ. പക്ഷെ ഇതുവരെ അപ്ലോഡ് ചെയ്തതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ടും സാധിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ മുതലുണ്ടാകുന്ന 5 ദിവസം നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് തുടങ്ങുന്ന ദിവസം. ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഒരു പ്രോസസ്സ് ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതായത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 1 മണിക്കൂറിനകം തന്നെ നമുക്കവിടെ ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം നടക്കും. ബീജസങ്കലനം നടന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്നത് സെൽ ഡിവിഷൻ ആണ്. ഇതൊക്കെ കൃത്യമായിട്ട് സൈഗോട്ടൊക്കെ ഫോം ആയിട്ട് അത് സെൽ ഡിവിഷനൊക്കെ നടന്നിട്ട് കൃത്യമായിട്ട് ഗ്രോ ആയിട്ടാണ് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് എത്തുന്നത്. അവിടെ എത്തിയിട്ടാണ് എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് ഇത് അറ്റാച്ച് ആകുന്നത്. അപ്പോൾ ഇംപ്ലാന്റേഷൻ തുടങ്ങുന്നത് 6th ഡേ ആണെങ്കിൽ കൂടി തന്നെ നമുക്ക് ആ ഒരു പ്രോസസ്സ് തുടങ്ങുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ആ വെരി ഫസ്റ്റ് അവർ മുതൽ തന്നെ ആ ഒരു പ്രോസസ്സ് നമുക്ക് ശരീരത്തിൽ സ്റ്റാർട്ട് ആവാനായിട്ട് തുടങ്ങും. ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അണ്ടത്തിനെയും ബീജത്തിനെയും തമ്മിൽ കൂട്ടിമുട്ടിപ്പിക്കുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളരുന്നതിനും യൂട്രസ് പ്രോപ്പറായിട്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് വാൾനട്ട് കഴിക്കുക എന്നുള്ളതാണ്. നട്ട്സിന്റെ കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ് വാൾനട്ട് എന്ന് പറയുന്നത്. ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സിന്റെ നട്ട്സിന്റെ ഷോപ്പിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള വാൾനട്ട് അവൈലബിൾ ആയിരിക്കും. അതല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നോ നിങ്ങൾക്ക് വാൾനട്ട് മേടിച്ച് കഴിക്കാവുന്നതാണ്. ഇതിലടങ്ങിയിട്ടുള്ള ആൽഫ ലിനോലനിക് ആസിഡും അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡും നമുക്ക് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടും ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നവയാണ്. അതുകൊണ്ട് വാൾനട്ട് നിങ്ങൾ കൃത്യമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈവനിങ് ടൈമിൽ ഒരു സ്നാക്സ് ആയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിശപ്പൊന്നും ഉണ്ടാവില്ല. രാത്രിയാണെങ്കിലും ഒരുപാട് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാനായിട്ടുള്ള ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. നമ്മൾ നട്ട്സ് എടുക്കുകയാണെങ്കിൽ ഒരുപാടൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിന്റെ വലുപ്പം അനുസരിച്ചിട്ട് 3-4 അങ്ങനെയുള്ള രീതിക്ക് നിങ്ങൾ വാൾനട്ട് ഉപയോഗിച്ച് മതിയായിരിക്കും കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ബീറ്റ്റൂട്ട്. ബീറ്റ്റൂട്ടിൽ നൈട്രേറ്റിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ബോഡി നൈട്രിക് ഓക്സൈഡ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു. നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ ഒന്ന് ലൂസ് ആകുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് ബീറ്റ്റൂട്ട് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ആ ഒരു എംബ്രിയോയിലോട്ടും അതുപോലെ നിങ്ങളുടെ ആ ഒരു സൈഗോട്ടിലോട്ടും ഉണ്ടെങ്കിൽ മാത്രമേ എളുപ്പത്തിൽ അവിടെ പ്രഗ്നൻസി ഉണ്ടാവുകയുള്ളൂ. സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ആ ഒരു ഭ്രൂണത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവാണെങ്കിൽ അതിന് കൃത്യമായിട്ട് ഗ്രോ ആകാനായിട്ട് സാധിക്കില്ല. കെമിക്കൽ പ്രഗ്നൻസി ആയിട്ട് അത് നമുക്ക് നഷ്ടമായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. കെമിക്കൽ പ്രഗ്നൻസി അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ നടക്കില്ല. ആ ഒരു സിറ്റുവേഷനിലോട്ട് അതെത്തും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 5 ദിവസവും ബീട്രൂട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബീട്രൂട്ട് വേവിച്ച് കഴിക്കാം, സൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ജ്യൂസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഏതാണോ ആ രീതിക്ക് നിങ്ങളത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ചീരയാണ്. നമ്മളെല്ലാവരും തന്നെ ചീര ഐറ്റംസ്, പച്ചച്ചീരയാണെങ്കിലും അല്ലെങ്കിൽ ചുമന്ന ചീരയാണെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാറുണ്ട്. ചീരയിൽ ഒരുപാട് കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാൾ മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ് ഇലക്കറികൾ എന്ന് പറയുന്നത്. ഇലക്കറികളുടെ കാറ്റഗറിയിൽ പെടുന്ന എന്ത് നിങ്ങളുടെ മുമ്പിൽ കണ്ടാലും നിങ്ങളത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡൻസും ഒക്കെ നിങ്ങളുടെ പ്രഗ്നൻസി എളുപ്പത്തിൽ സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ നറിഷ് ചെയ്യാൻ പാകത്തിനുള്ള എല്ലാ ന്യൂട്രിയൻസും അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ചീര ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു.
ചോറ് കഴിക്കുന്ന സമയത്ത് കറിയായിട്ട് ചീര എടുക്കുന്ന ആളുകൾ ചോറിന്റെ അളവ് കുറച്ചിട്ട് ചീരയുടെ അളവ് കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ചോറ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് PCOD ഉണ്ടാവാൻ, അതിൽ നിങ്ങളുടെ ശരീരഭാരം വർദ്ധിക്കാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ചോറ് കുറച്ചിട്ട് ചീര കൂട്ടുകയാണെങ്കിൽ നമ്മൾ വയറും നിറയും, അത് ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് വയറും നിറയുകയും ചെയ്യും കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് സിട്രസ് ഫ്രൂട്ട്സ് ആണ്. സിട്രസിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വിറ്റമിൻ സി നമ്മളുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും അതോടൊപ്പം ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നവയാണ്. നിങ്ങൾക്ക് അവിടെ ആ ഒരു ബീജത്തിനകത്തേക്ക്, ശരീരത്തിനകത്തേക്ക് ബീജം കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രാർത്ഥിക്കുക, ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുക, ശരീരത്തിനെ കൂളാക്കി വെക്കുക. ഈ കാര്യങ്ങൾ മാത്രമാണ് ആ ഒരു ഓവുലേഷൻ ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇതിൽ നിങ്ങൾ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ സിട്രസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഓറഞ്ച് കഴിക്കുന്നത് നല്ലതാണ്, അതുപോലെ ബെറീസ് കഴിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് സിട്രസ് കണ്ടന്റ് ഫ്രൂട്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും. അതിൽ നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് ഏതാണോ അത് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓറഞ്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആണെങ്കിൽ ഒരു ദിവസം 3-4 ഓറഞ്ച് ഒന്നും നിങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ദിവസം 2 ഓറഞ്ച്, അടുത്ത ദിവസം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ അത് നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള നിങ്ങൾ എടുക്കുക. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ട്സിലോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിലും വീടിനടുത്തുള്ളതും നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് കിട്ടുന്നതും ഏതാണോ അത് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഓറഞ്ചിന്റെ കാര്യം പറഞ്ഞതുപോലെ ഓവർ ക്വാണ്ടിറ്റിയിൽ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് നമ്മുടെ എല്ലാവരുടെയും ഫ്രിഡ്ജിൽ ഉണ്ടാവുന്ന ഒരു വെജിറ്റബിൾ ആണ് ടൊമാറ്റോ. ടൊമാറ്റോയിൽ വിറ്റമിൻ കെയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് ബ്ലഡിന്റെ ക്ലോട്ട്സ് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓവുലേഷന് മുൻപായിട്ട് ഈ ടൊമാറ്റോ എടുത്തു കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ഹസ്ബൻഡിനാണെങ്കിലും നിങ്ങളിപ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് രാത്രിയാണെങ്കിൽ നിങ്ങൾ അതിന് മുമ്പ് കുറച്ചൊരു മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ഒരു ടൊമാറ്റോ കൊടുത്തു കഴിഞ്ഞാൽ സ്പേമിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ടൊമാറ്റോ നിങ്ങൾക്ക് സൂപ്പായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 5 ദിവസം നിങ്ങളിത് മസ്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തത് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫിഷ്, അതായത് ഇപ്പോൾ നമ്മൾ ചാള കഴിക്കുന്നത് നല്ലതാണ്, അയല കഴിക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും ഒന്നും സാൽമൺ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് സാൽമൺ ഫിഷ് എടുക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് നമുക്ക് ലോക്കൽ അവൈലബിൾ ആയിട്ടുള്ള ചാളയും അയലയൊക്കെ എടുക്കാം. അതിനും ഒരുപാട് എക്സ്പെൻസീവ് ആണ് ഇന്നത്തെ കാലത്ത് ചാള എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടതിന് ശേഷം omega-3യുടെ മെഡിസിൻ മേടിച്ച് കഴിക്കുക. ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കണ്ടന്റ് ശരീരത്തിൽ എത്തിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് omega-3യുടെ ആ ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മെഡിക്കൽ സ്റ്റോറിൽ പോയി ഡയറക്റ്റ് മേടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷൻ എടുക്കുന്നതാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഫിസിഷ്യനോ പോയി കണ്ടിട്ട് ഈ മെഡിസിൻ മേടിക്കാൻ താല്പര്യക്കുറവുണ്ടാവുന്നവരുണ്ടാകും. അതായത് ജസ്റ്റ് ട്രൈ ചെയ്ത് തുടങ്ങുന്ന ആളുകൾ, ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ട്രൈ ചെയ്ത് തുടങ്ങുന്നുണ്ട്, ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന ആളുകൾക്ക് ഡോക്ടറെ പോയി കണ്ട് ഈ മെഡിസിൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇപ്പോൾ ഹെൽത്ത് സെന്റർ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് അടുത്തുണ്ടാകുന്ന ആശാ വർക്കർ ഉണ്ടാകും, അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഡിസിൻസ് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള വാൾനട്ടിനെ പോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ആൽമണ്ട് അല്ലെങ്കിൽ ബദാം എന്ന് പറയുന്നത്. ഇതും കുറച്ച് ക്വാളിറ്റി ഉള്ള ബദാം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ബദാം തൊണ്ടോടുകൂടി കഴിക്കുന്നതിനേക്കാളും നല്ലത് അത് കുതിർത്തി വെച്ചിട്ട് അതിന്റെ തൊലി മാറ്റിയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. തൊലിയോടുകൂടി കഴിച്ചു കഴിഞ്ഞാൽ പലർക്കും ഡയറിയ ഉണ്ടാകും. അതുപോലെ ഇതിന്റെ ന്യൂട്രിയൻസ് മൊത്തം നമുക്ക് കിട്ടാതെ വരും. അതുകൊണ്ട് നിങ്ങൾ തൊലി കളഞ്ഞിട്ട് ഇത് ഉപയോഗിക്കുക. തൊലി കളഞ്ഞിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് ബെനിഫിറ്റ് ഇത് ഉപയോഗിക്കുന്നതിലൂടെ മാത്രം കിട്ടും കേട്ടോ. വിറ്റമിൻ ഇ ഉണ്ട്, ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് നമ്മളുടെ ശരീരത്തിലെ ഫ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ വാൾനട്ടിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഈവനിങ് ഒരു സ്നാക്സ് ആയിട്ട് നിങ്ങളിത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് വാൾനട്ട്, 3-4 വാൾനട്ട്, 3-4 ആൽമണ്ട്, കാഷ്യൂനട്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ബനാന. പഴം നിങ്ങൾ അതായത് വാഴപ്പഴം നിങ്ങൾ ഏത് ആണെങ്കിലും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നേന്ത്രപ്പഴമുണ്ട്, അതുപോലെ ചെറുപഴമുണ്ട്, ഞാലിപ്പൂവൻ പഴമുണ്ട്, അതുപോലെ കപ്പപ്പഴമുണ്ട്. ഇതിൽ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ എല്ലാത്തിലും ഒരുപാട് കണ്ടന്റ്സ് ഉണ്ട്. കുറച്ചും കൂടി ഒന്ന് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നവരാണെങ്കിൽ റെഡ് ബനാന ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കപ്പപ്പഴം ഒരുപാട് പേർക്ക്
കുറവുള്ള ഒരു പഴമാണിത്, കപ്പപ്പഴം. പക്ഷെ നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളിത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കപ്പപ്പഴത്തിൻ്റെ റെഡ് ബനാന എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ പൊട്ടാഷ്യത്തിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് കേട്ടോ. ഒരു ദിവസം 2 ബനാനെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ബെനിഫിറ്റ്സ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കും കേട്ടോ. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, കറുത്ത കളറിൽ വരുന്നത് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള കളറിൽ വരുന്നതൊക്കെ ഡാർക്ക് ചോക്ലേറ്റ് ആണെന്ന്. എന്നാൽ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഡാർക്ക് കളറിൽ നമ്മൾ മേടിച്ച് കഴിക്കുന്നത് നമ്മുടെ എന്താ പറയുക, ഡയറി മിൽക്കാണ്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഡയറി മിൽക്ക് അല്ല കേട്ടോ. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞത് മേടിക്കാനായിട്ട് കിട്ടും. ഓൺലൈനിൽ നിന്ന് കിട്ടും, സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ ഡാർക്ക് ചോക്ലേറ്റ് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഇതിൽ കൊക്കോന്റെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇതിലെ പോളിഫിനോൾസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഇംപ്ലാന്റേഷൻ നടക്കുമോ, പ്രഗ്നൻസി ലക്ഷണങ്ങൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് പലരും വിഷമിക്കാറുണ്ട്. നമ്മൾ എടുക്കുന്ന പല മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പലർക്കും സ്ട്രെസ് ഉണ്ടാകാറുണ്ട്, മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ആ ഒരു ഹോർമോൺ ചേഞ്ച് കൊണ്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. ചിലർ കരുതിക്കൂട്ടി തന്നെ സ്ട്രെസ് ആകുമ്പോഴേക്കും അത്തരത്തിൽ നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ സ്ട്രെസ് നമുക്ക് കൂടിക്കൂടി വരികയാണെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് മാറുന്നുണ്ട്. ഇതിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കരുതിക്കൂട്ടി ഉണ്ടാക്കുന്നതാണെങ്കിലും നാച്ചുറലി ഫോം ചെയ്യുന്നതാണെങ്കിലും ആ സ്ട്രെസ്സിനെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഇത് ബ്ലഡ് വെസൽസ് ഡൈല്യൂട്ട് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു, ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ കോണ്ടാക്ട് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിലൂടെ തന്നെ നമുക്ക് സാധിക്കുന്നു. ഒപ്പം നിങ്ങൾ കൃത്യമായിട്ട് പ്രാർത്ഥനയും അതുപോലെ മെഡിറ്റേഷനും ഒക്കെ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ഇംപ്ലാന്റേഷൻ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് പ്രഗ്നൻസി 9 months എൻറ്റയർ ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കും സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 5 ടിപ്സ് എങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫുഡ് കഴിക്കുന്നതിൽ മാറ്റം വരുമോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിൽ ഇംപ്ലാന്റേഷൻ നടക്കുമോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് നോക്കണം. കാരണം ഒരു തരത്തിലുള്ള മെഡിക്കേഷൻസും ഇവിടെ നമ്മുടെ ചാനലിൽ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. കാരണം ഞാനൊരു ഡോക്ടറല്ല. പക്ഷേ പഠിച്ച കാര്യങ്ങൾ പലതും പലർക്കും പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹോം റെമഡീസ് ഫോളോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് 5, 6, 8, 10 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആകുന്നുണ്ട്. അതുപോലെ പ്രഗ്നന്റ് ആകാനായിട്ട് നിങ്ങൾക്കും സാധിക്കും ഇതുപോലെ ഡയറ്ററി ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.